ഹായ് മച്ചാന്മാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന തേൻ്റെ വീഡിയോയ്ക്കകത്ത് കുറേ പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഈ തേൻ കയറുന്നത്, തേനീച്ച എങ്ങനെയാണ് കൂട് കൂട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എ സി വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ തേനീച്ച കൂട് കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഇൻഡോർ ടു ഔട്ട്ഡോർ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹോൾ അടിക്കും, ഒരു പൈപ്പ് ഇടാനായിട്ട്. ആ പൈപ്പ് അടച്ചിട്ടില്ലെങ്കിൽ തേനീച്ച കയറാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വൈറ്റ് സിമെൻറ്റോ അല്ലെങ്കിൽ ഫോം പിക്സോ അല്ലെങ്കിൽ പുട്ടിയോ അങ്ങനെയുള്ള സാധനം വെച്ച് എന്തെങ്കിലും അടയ്ക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ കാണും പഴയ അരിപ്പയുടെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നല്ല ഭാഗം നോക്കി മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം ഒറ്റ ചുറ്റ് ഒരു കമ്പി കഷ്ണം എടുക്കുക, അതായത് വയറിൻ്റെ കോപ്പർ പൈപ്പോ കമ്പിയോ എന്തെങ്കിലും എടുക്കുക. അതിന് ശേഷം ഇത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലെറ്റിൽ വരുന്ന വെള്ളത്തിൻ്റെ സൈഡിൽ വെച്ച് ഒറ്റ ചുറ്റി മാത്രം ചുറ്റുക. കാരണം അരിപ്പയുടെ തിക്നെസ് കൂടാൻ പാടില്ല. അതിനുശേഷം ഒരു കമ്പി കഷ്ണം വെച്ച് കെട്ടി വെക്കുന്നതിൽ കൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പാറ്റായോ അതുപോലെ തേനീച്ചകളോ ഒന്നും തന്നെ അതിനകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 മാസം കൂടിയിരിക്കുമ്പോഴെങ്കിലും വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതൊന്ന് അഴിച്ച് വൃത്തിയാക്കി കൊടുക്കുക. വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ ഇൻഡോറിനകത്ത് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ കെട്ടുക, സർവീസ് ചെയ്യുക, നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്, വെള്ളം നല്ല രീതിയിൽ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.